ഹലോ, നമ്മൾ പലരും സാലോണിൽ പോയിട്ട് സ്മൂത്തനിങ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയുള്ള ആൾക്കാരാണ് പൊതുവേ സ്മൂത്തനിങ്ങിന് പോവാറ്? നല്ല കേളി ആയിട്ടുള്ളതും അല്ലെങ്കിൽ അധികം മാനേജബിൾ അല്ലാത്ത ഭയങ്കര ഫ്രിസി ആയിട്ടുള്ള ഹെയർ ഉള്ളവർ എങ്ങനെയെങ്കിലും ഒന്ന് പോയിട്ട് ഒന്ന് സ്മൂത്തൻ ചെയ്തിട്ട് നല്ലൊരു സ്ട്രെയിറ്റ് ഹെയർ കിട്ടിയാൽ പിന്നെ ഈ ഹെയറിനെ കുറിച്ച് അധികം ചിന്തിക്കണ്ടല്ലോ എന്നുള്ള ആലോചിച്ചിട്ടായിരിക്കുമല്ലേ നമ്മൾ മിക്കവാറും സ്മൂത്തനിങ്ങിന് പോവുക. ഞാനും അങ്ങനെ തന്നെയാണ് പോയിട്ടുണ്ടായത്. പക്ഷേങ്കിൽ ഈ സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോഴത്തേക്ക് എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു, പഴയ മുടി മതിയായിരുന്നല്ലോ എന്ന് ആലോചിച്ചവരായിരിക്കും നിങ്ങളിൽ പലരും അല്ലേ. ഈ സ്മൂത്തനിങ് ചെയ്തിട്ട് ഫസ്റ്റ് എക്സ്പീരിയൻസ് എല്ലാവരുടേതും ഇങ്ങനെ തന്നെ ആയിരിക്കണം. അപ്പോൾ വീട്ടിലെത്തുമ്പോഴത്തേക്ക് വീട്ടുകാരെ ഭാഗത്ത് നിന്ന് പിന്നെ പറയണ്ട, ഇതെന്താണ് പശു നോക്കിയ പോലെ ഉണ്ടല്ലോ, പിന്നെ എന്തെന്നാണ് ആക്കി വെച്ചിട്ടുള്ളത് ഹെയറിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അവിടുന്ന് ഇവിടുന്ന് കേൾക്കേണ്ടി വരും. അപ്പോൾ സ്മൂത്തനിങ് ചെയ്യുന്നതിന് മുന്നേ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഏത് രീതിയിലുള്ള സ്മൂത്തനിങ് ആണ് ചെയ്യുന്നത്? സ്മൂത്തനിങ് എന്ന് പറയുന്നത് ഒരു രീതിയിൽ മാത്രമല്ല കേട്ടോ, നമുക്ക് നമ്മുടെ ഹെയറിൽ ചെയ്യാൻ പറ്റുന്ന പല രീതിയിലും നമുക്ക് അവരോട് പറഞ്ഞിട്ട് ചേഞ്ചസ് വരുത്താൻ പറ്റും. അപ്പോൾ അതൊന്നും പലർക്കും അറിയില്ല. എല്ലാവരും പോയിട്ട് എനിക്ക് സ്മൂത്തനിങ് ചെയ്യണം, സ്മൂത്തനിങ് ആ ഒരു രീതിയിലാണ് പോയിട്ട് ചെയ്തിട്ട് വരാറ്. അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നിങ്ങളുടെ പല പല ഡൗട്ട്സിനുള്ള ആ ഒരു ക്ലാരിഫിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. ഇപ്പം ഞാൻ ഒരു 3 ദിവസം മുന്നെയാണ് പോയിട്ട് സ്മൂത്തനിങ് ചെയ്തിട്ടുള്ളത്. അത് എവിടെ നിന്നാണ് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് ചെയ്തത്, അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ സ്മൂത്തനിങ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഞാൻ അങ്ങനെ എപ്പോഴും ചെയ്യുന്ന പോലെ അങ്ങനെ സ്മൂത്തനിങ് ചെയ്യാൻ പോയിട്ടുള്ള വ്ളോഗായിട്ടൊന്നല്ല ചെയ്യുന്നത്, അങ്ങനെ ആഡായിട്ടൊന്നല്ല ഞാൻ പറയുന്നത്. കാരണം ഈ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുമ്പം മിക്കവാറും ആൾക്കാർ എന്നോട് ഇനി ഫസ്റ്റ് തന്നെ കമൻറ്റിൽ ചോദിക്കാൻ വേണ്ടി പോകുന്ന കാര്യം എന്ന് പറയുന്നത് കൊച്ചിയിൽ എവിടെയാണ് ചേച്ചി സാലോണിൽ പോവാറ് എന്നൊക്കെ ഉള്ളതാണ്. അപ്പം ഞാനിതാ ഈ കാണുന്ന നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ നോർമലി കൊച്ചിയിൽ ഇപ്പം എപ്പോഴും പോകുന്നൊരു സാലോണാണ്. ഇപ്പോൾ കുറച്ച് അടുത്തായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. അടിപൊളിയായിട്ടുള്ളൊരു സാലോണാണ്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, ഇത് ആഡായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഭയങ്കര നീറ്റായിട്ട് ഹൈജീൻ ഒരു അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു നല്ലൊരു സാലോണാണ്. റിച്ച് ഫീൽ എന്നാണ് പേര്. കാക്കനാട് ഏരിയയിലുള്ളവർക്കൊക്കെ നല്ല രീതിയിൽ ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ഇതിലാണ് വരുന്നത്. ഞാൻ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ റിച്ച് ഫീലിൽ ഞാൻ പോയിട്ട് എൻ്റെ എന്തായിരുന്നു വെച്ചാൽ, ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ടൈം ചെയ്തത് സിസ്റ്റൈൻ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ഞാൻ നിങ്ങളുടെ കൂടെ ഷോർട്സിൽ അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിസ്റ്റൈൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 3-3.5 മാസം കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഈ ഒരു ഭാഗം ക്രൗൺ ഏരിയയിലൊക്കെ നന്നായിട്ട് കേളി ആയിട്ട് തന്നെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മാനേജബിൾ അല്ലാന്ന് തോന്നിയപ്പോൾ എനിക്ക് സ്മൂത്തനിങ് ആണ് എൻ്റെ ഹെയറിന് എനിക്ക് പറ്റാറ്. കാരണം ആ ഒരു സ്ട്രെയിറ്റ് ലുക്കിൽ തന്നെ നന്നായിട്ട് കിട്ടണമെങ്കിൽ സ്മൂത്തനിങ് ആണ് എനിക്ക് ആകെയുള്ളൊരു രക്ഷ. കാരണം എൻ്റെ നല്ല കേളി ഹെയർ ആണ്. അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ പോയിട്ട് സ്മൂത്തനിങ് ചെയ്തു. സ്മൂത്തനിങ് ചെയ്തപ്പോൾ നല്ല മാനേജബിൾ ആയിട്ടുള്ള ഹെയർ എനിക്ക് കിട്ടി. അപ്പോൾ ഇത്രയാണ് എൻ്റെ സ്മൂത്തനിങ്ങിന് പോയതിൻ്റെ ഒരു വിശേഷം എനിക്ക് പറയേണ്ടത്. ബാക്കിയുള്ളത് അവിടെ പോയിട്ട് ചെയ്തതൊക്കെ ഞാൻ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ, ഒന്നാമത്തെ ഡൗട്ട് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മൈൻഡിൽ വരുന്നൊരു കാര്യം ഞാൻ പറയാം. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ പറ്റിയിട്ട് ഇങ്ങനെ കിടക്കുന്ന സംഭവവും ഇങ്ങനെ നമ്മുടെ സ്കാൽപ്പിനോട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നതും, അതുപോലെ തന്നെ ഇങ്ങനെ ഈ ചൂല് പോലെ ഇങ്ങനെ പുറകിൽ ഇങ്ങനെ നിൽക്കുന്നതും, ഇതെങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതിനെന്താണ് ഒരു സൊല്യൂഷൻ? അങ്ങനെ അല്ലാതെ കുറച്ചും കൂടി നാച്ചുറൽ ലുക്കിൽ നിൽക്കാനുള്ള ഒരു സൊല്യൂഷൻ എന്താണെന്നുള്ളതിൻ്റെ ആൻസറാണ് ഞാൻ മുന്നോട്ടേക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ സ്മൂത്തനിങ്ങിന് പോകുമ്പോൾ, ഇപ്പോൾ ഓൾറെഡി ചെയ്ത ആൾക്കാർ അടുത്ത സ്മൂത്തനിങ്ങിന് പോകുമ്പം ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സ്മൂത്തനിങ്ങിന് സാലോണിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ നല്ല കേളി ഹെയർ, നിങ്ങളുടെ ഹെയർ ടൈപ്പ് ഏതാണെന്നുള്ളത് ആദ്യം നോക്കുക കേട്ടോ. നല്ല കേളി ഹെയർ ആണ്, നല്ല ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന, നിങ്ങളുടെ ഫേസിന് നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഹെയർ ഒക്കെ ആണെങ്കിൽ അങ്ങനെയുള്ളവർ ഒരിക്കലും പ്രോപ്പർ സ്മൂത്തനിങ് ചെയ്യാൻ വേണ്ടി പാടില്ല. എന്താ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, സ്മൂത്തനിങ് തന്നെ നമുക്ക് പല രീതിയിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, വളച്ചൊടിച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് ആക്ച്വലി ഇപ്രാവശ്യം എനിക്ക് റിച്ച് ഫീൽഡിൽ പോയപ്പോഴാണ് ആ ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് അവരോട്, സാലോണിലുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് പറയാം, എൻ്റെ ഹെയർ ഈ ഒരു രീതിയിലാണ്, നിങ്ങൾക്ക് ഇപ്പോൾ ഈ കാണുന്ന രീതിയിലാണുള്ളത്. എനിക്കങ്ങനെ ഒരുപാട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന രീതിയിൽ എനിക്ക് അയൺ ചെയ്തിട്ട് വേണ്ട. പിന്നെ എന്തായാലും ഒരു സ്ട്രെയിറ്റ് ലുക്കാണ് വരിക, അത് എന്തായാലും നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷേങ്കിൽ നിങ്ങൾക്ക് അയൺ ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ക്രീം ഇട്ടിട്ട് പിന്നെ അതിന് ശേഷമാണ് അയേണിങ്, വാഷ് ചെയ്തതിന് ശേഷമാണ് അയേണിങ് വരിക. അപ്പോൾ അയൺ ചെയ്യുന്ന സമയത്ത് റൂട്ടിൻ്റെ ഭാഗത്ത് ഒരുപാട് അങ്ങ് പ്രസ് ചെയ്ത് അയൺ ചെയ്യണ്ട. കുറച്ച് ലൂസാക്കി വിട്ടിട്ട് ബാക്കിയുള്ള ഏരിയയിലേക്ക് അയൺ ചെയ്യാനും, അതുപോലെ തന്നെ
അവർക്ക് എന്തോ ഒരു കണക്കുണ്ട് കേട്ടോ. ഈ അയൺ ചെയ്യുന്ന സമയത്ത് എത്രയോ 13 പ്രാവശ്യമോ 14 പ്രാവശ്യമായിട്ട് ഇങ്ങനെ അത് അയൺ ചെയ്തുകൊണ്ട് നിൽക്കണം. ഒരു സ്ട്രാൻഡ് എടുത്തു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ചെയ്യണം എന്നുള്ളതുണ്ട്. അപ്പോൾ അത് റൂട്ടിൻ്റെ എടുക്കുന്ന കുറച്ച് എണ്ണം കുറച്ചിട്ട് ചെയ്യാനും, അതുപോലെ തന്നെ ആദ്യമായിട്ട് നിങ്ങളുടെ നാച്ചുറൽ ഹെയറിന്ന് സ്മൂത്തനിങ്ങിലേക്ക് പോകുന്ന ആൾക്കാരാണ്, ഫസ്റ്റ് ടൈം സ്മൂത്തനിങ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് പറയാൻ പറ്റുന്ന കാര്യം, എൻസിൽ നമ്മുടെ മുടീൻ്റെ എൻഡ് എങ്ങനെയാണ് ഉണ്ടാവുക, നമ്മുടെ ആ ഒരു നാച്ചുറൽ ആ ഒരു കേവ് ഇതിലാണ് ഉണ്ടാവുക അല്ലേ. ഏറ്റവും എൻഡിൽ നല്ല ചുരുളിയുള്ള ആൾക്കാരാണെങ്കിൽ ഒരുപാട് അങ്ങനെ വിടാൻ പറയരുത്. നിങ്ങൾ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, അത് പറയുന്നത് ആക്ച്വലി സ്മൂത്തനിങ് തന്നെയാണ് കേട്ടോ. അതിലെന്താണ് ആകെ ഒരു ഡിഫറൻസ് വരുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ നാച്ചുറൽ, അത് ഈ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ എങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ചെയ്യാൻ പറ്റുക, നിങ്ങളുടെ നാച്ചുറൽ ഹെയറിന്ന് സ്മൂത്തനിങ്ങിലേക്ക് ആദ്യമായിട്ട് പോകുന്നവർക്ക് മാത്രമേ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഹെയറിൻ്റെ എൻഡ് ഏറ്റവും ലാസ്റ്റുള്ളൊരു എത്ര പറയുക, ഒരു 1/2 ഇഞ്ച് ലെങ്ത്ത് മാത്രം അവിടെ അങ്ങ് വിട്ടേക്കാൻ പറയാം. മീൻസ് അത് അയൺ ചെയ്യേണ്ട, അതിൽ ക്രീം അപ്ലൈ ചെയ്യണ്ട എന്നങ്ങ് പറഞ്ഞേക്കുക. അങ്ങനെ ആവുമ്പോൾ എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഈ ലാസ്റ്റ് ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഈ നമ്മുടെ മുടിയുടെ അടിഭാഗം ഇങ്ങനെ ഈ പിന്ന് പോലെ ഇങ്ങനെ ചൂല് പോലെ കിടക്കാതെ നല്ല നാച്ചുറൽ ലുക്കിൽ താഴെ കിടക്കാൻ വേണ്ടിയിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യും. അത് ഓൾറെഡി മീൻസ് അതിപ്പോൾ നിങ്ങൾ ഇത് പറയാതെ ചെയ്തു കഴിഞ്ഞാൽ അവർ ഫുള്ളായിട്ട്, സ്മൂത്തനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫുള്ളായിട്ടേ ചെയ്യുള്ളൂ. അപ്പോൾ അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് രക്ഷയില്ല കേട്ടോ. നിങ്ങളുടെ മുടി സ്മൂത്തനിങ് ആ ഒരു സ്ട്രെയിറ്റ് ലുക്കിലേക്ക് പോയി. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, വീട്ടിൽ നിന്ന് ഇങ്ങനെ നമ്മളെ ഈ അയണറൊക്കെ വെച്ചിട്ട് ടെമ്പററി ആയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് കേൾ ചെയ്ത് കൊടുക്കാന്നല്ലാതെ പെർമനൻ്റ് ആയിട്ട് അത് കിട്ടില്ല. നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് അത് പോവും. അപ്പോൾ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യത്തിൽ. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ പറയുക, എനിക്ക് മുടി ഒരുപാട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന രീതിയിലുള്ള ലുക്കല്ല വേണ്ടത്, കുറച്ചൊന്ന് ഹൈ ആയിട്ട് നിൽക്കുന്നതാണ് വേണ്ടതെന്ന് പറയുമ്പോൾ അവർ അയൺ ചെയ്യുന്ന സമയത്ത് അവരത് പ്രത്യേകം ശ്രദ്ധിക്കും. അതുപോലെ തന്നെ എൻസ് എനിക്ക് നാച്ചുറൽ ലുക്കിലാണ് വേണ്ടത്, എൻ്റെ ആ ഒരു നാച്ചുറൽ കേവ് അവിടെ വെക്കണം, ആ ഒരു കേൾ അവിടെ വെക്കണം എന്ന് പറഞ്ഞാൽ അവർ എൻസും കുറച്ച് വിട്ടിട്ട് ചെയ്തു തരും. അത് പറയുന്നത് വളരെ ഒരു നല്ലൊരു നീറ്റ് ലുക്കാണ് നിങ്ങൾക്ക് തരിക. ഇങ്ങനെ ഭയങ്കര ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് അതിൽ വരില്ല. ഇനി രണ്ടാമത്തെ നിങ്ങളുടെ സൈഡിൽ നിന്ന് വരാൻ പോകുന്നൊരു ഡൗട്ട് എന്താ വെച്ചാൽ, സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തലയിൽ ഓയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള ഡൗട്ട്സ് ആണ് വരുന്നത് അല്ലേ. എന്താണ് ഒരു ആഫ്റ്റർ കെയർ എന്നുള്ള രീതിയിൽ എന്താണെന്നുള്ളതാണ് നിങ്ങളുടെ മൈൻഡിൽ വരുന്ന അടുത്ത ഡൗട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ ആഫ്റ്റർ കെയർ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ സാലോണിൽ നിന്ന് ആൾക്കാർ എന്താ പറയുക, നിങ്ങളിപ്പോൾ എന്താണോ ഈ സാലോണിൽ നിന്ന് നിങ്ങൾ ഏത് രീതിയിലുള്ള സ്മൂത്തനിങ് ആണോ, മീൻസ് ഏത് പ്രൊഡക്റ്റ് വെച്ചിട്ടാണോ നിങ്ങൾ സ്മൂത്തൻ ചെയ്തിട്ടുള്ളത്, ഇപ്പം ലോറിയലിൻ്റെ ആണെങ്കിൽ ലോറിയൽ, ഷെസ്കോഫിൻ്റെ ആണെങ്കിൽ ഷെസ്കോഫ്, അത് വെച്ചിട്ട് അതേ പ്രൊഡക്ട്സ് തന്നെ നിങ്ങൾ വീട്ടിൽ നിന്നും കണ്ടിന്യൂ ചെയ്യണം എന്ന് പറയും. അത് ഓക്കെയാണ്. ഇപ്പം ഞാൻ ആക്ച്വലി ഈ ലോറിയൽ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് അധികം റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ. ഈ ലോറിയൽ വെച്ചിട്ട് നിങ്ങൾ എപ്പോഴൊക്കെ നിങ്ങൾ സാലോണിൽ പോയി കഴിഞ്ഞാൽ ഒരുവിധം സാലോണുകാരൊക്കെ ലോറിയൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ലോറിയൽ വെച്ചിട്ട് നിങ്ങൾ സ്മൂത്തനിങ് ചെയ്താൽ ഹെയർ ഫോളൊക്കെ നന്നായിട്ട് കൂടാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് റേറ്റ് കുറഞ്ഞിട്ട് കിട്ടുമായിരിക്കും, കാരണം ലോറിയലിൻ്റെ ആണ് ഏറ്റവും താഴത്തെ ഏറ്റവും ബേസ് ഇതിൽ നിന്ന് വരുന്നത് ലോറിയലാണ്. പക്ഷേ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാത്ത കാരണം നിങ്ങൾ പോയിട്ട് ആ റേറ്റ് കുറഞ്ഞിട്ട് കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്യല്ലേ. അപ്പോൾ ലോറിയൽ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി നോക്കുക. ഷെസ്കോഫിൻ്റെ ഗ്ലാറ്റൊക്കെ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. MK, GK ഇങ്ങനെയുള്ള കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട്, കുറച്ചും കൂടി പ്രീമിയം പ്രൊഡക്ട്സ്. അപ്പോൾ ആഫ്റ്റർ കെയർ എന്നുള്ള രീതിയിൽ അവരാകെ ഷാമ്പും കണ്ടീഷണറും ഇങ്ങനെ യൂസ് ചെയ്യണമെന്നേ പറയുള്ളൂ, ഓയിൽ യൂസ് ചെയ്യരുത് എന്നും അവർ പറയും. പക്ഷേങ്കിൽ എൻ്റെ ഞാനിപ്പോൾ ഒരു 6 years ആയിട്ട് ഈ ഒരു സ്മൂത്തനിങ്ങും കെരാറ്റിനിങ്ങിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ എൻ്റെ ഹെയറിൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണ്, ഓയിൽ നിങ്ങൾ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. സ്മൂത്തനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓയിൽ ഹെയറിൽ വച്ചിരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് വളരെ കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഹെയറിൽ ഇങ്ങനെ മീൻസ് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഹെയറിൽ ഓയിൽ വെച്ചിരിക്കുന്ന ആൾക്കാരാണ് അങ്ങനെയുള്ളവർ സ്മൂത്തനിങ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അവർക്ക് നാച്ചുറൽ ഹെയർ മാത്രമേ പറ്റുള്ളൂ. പക്ഷേങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു ഓയിൽ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണെങ്കിൽ അത് എന്തായാലും ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. അത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെയും ഒക്കെ കൂട്ടുന്ന, നമ്മുടെ സ്കാൽപ്പിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂട്ടുന്ന ഒരു നല്ലൊരു കാര്യമാണ്. അത് സാലോൺ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നൊരു കാര്യമാണ്. സാലോണിലൊക്കെ പോയി കഴിഞ്ഞാൽ ഹോട്ട് ഓയിൽ മസാജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. അപ്പോൾ അത് ഏത് ഹെയറിലുള്ള ആൾക്കാരും ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കുളിക്കുന്നതിന് മുന്നേ ഒരു 1/2 മണിക്കൂർ മുന്നേ ഹോട്ട് ഓയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നോർമൽ ഓയിൽ വെച്ചിട്ടോ ഒക്കെ, അത് ഇന്ന ഓയിൽ എന്നൊന്നുമില്ല, ഏത് ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്.
അത് വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് പിന്നെ കുളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഷാമ്പുവും കണ്ടീഷണറും വെച്ചിട്ട് കുളിക്കാം. ഷാമ്പു മാത്രം യൂസ് ചെയ്താൽ പോരാ, കണ്ടീഷണറും എന്തായാലും യൂസ് ചെയ്യണം. കാരണം ട്രീറ്റ്മെൻറ്റ് ചെയ്ത സ്മൂത്തനിങ് ഒക്കെ ചെയ്ത ഹെയർ നന്നായിട്ട് ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കണ്ടീഷണറിനെക്കാളും ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുക നിങ്ങൾ മാസ്ക് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. കണ്ടീഷണറിനെ കൊണ്ട് വലിയൊരു ഉപയോഗം ഉണ്ടോ ചോദിച്ചാൽ ഇല്ല. ആ സമയത്ത് നമുക്ക് ആ ഒരു വഴുവഴുപ്പ് ഫീൽ ചെയ്യുമെങ്കിലും പിന്നെ അതിനെ കൊണ്ടുള്ള എഫക്റ്റ് ആക്ച്വലി ഭയങ്കര കുറവാണ്. കണ്ടീഷണറിനെക്കാളും മാസ്ക് യൂസ് ചെയ്യുന്നതാണ്, കണ്ടീഷണറിന് പകരമായിട്ട് മാസ്ക് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. യൂസ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സ് ഒന്ന് ഹെയറിൽ വെച്ചേക്കുക, അതിനുശേഷം വാഷ് ചെയ്ത് കളയുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. പിന്നെ സ്മൂത്തനിങ് പൊതുവെ ചെയ്ത് കഴിഞ്ഞവർ എപ്പോഴും എനിക്ക് കമൻ്റ് ഇടുന്ന ഒരു കാര്യമാണ്, ചേച്ചി ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറ്റിയ പോലെയാണ് ഉള്ളത്, ഇങ്ങനെ ഭയങ്കര ചൂല് പോലെ കിടക്കുകയാണ്, എനിക്കിത് വേണ്ട, തിരിച്ചു പോകാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിനുള്ള ആൻസർ എന്താണെന്ന് വെച്ചാൽ തിരിച്ചു പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കത് തിരിച്ച് നമ്മുടെ നാച്ചുറൽ ഹെയറിലേക്ക് ആക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, അത് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ മുടി വളരാൻ വേണ്ടിയിട്ടില്ല നന്നായിട്ട് ഓയിലൊക്കെ ഇടുക, നന്നായിട്ട് മസാജ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മുടെ പുതിയ ഹെയർ ഇവിടുന്ന് ഇങ്ങനെ നല്ല ഗ്രോ ആയിട്ട് വരുമല്ലോ. ആ സമയത്ത് നിങ്ങൾക്ക് താഴെ നിന്ന് ജസ്റ്റ് ട്രിം ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് വഴി. നിങ്ങൾക്ക് ആ ഒരു ടൈപ്പ് ഹെയർ മീൻസ് നമ്മുടെ ആ സ്മൂത്തനിങ് ഹെയർ അവിടെ വേണ്ടാന്നാണെങ്കിൽ അടിഭാഗത്ത് നിന്ന് ട്രിം ചെയ്ത് മുകളിൽ നിന്ന് വളരുന്നതിനനുസരിച്ച് താഴെ നിന്ന് ട്രിം ചെയ്തിട്ട് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ മുകളിൽ നിന്ന് വളർന്ന് താഴെ എത്തുന്ന സമയം കൊണ്ട് ഒരു 6 months ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് വളരാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ആ സമയത്ത് ട്രിം ചെയ്യാന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കോട്ടേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോടായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. ഇനിയും എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാൻ, ഞാൻ ആൻസർ തരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി സ്മൂത്തനിങ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴും ആദ്യമായിട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവരൊക്കെ ശ്രദ്ധിച്ചിട്ട് മാത്രം ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള യൂസ്ഫുൾ കണ്ടന്റ് നിങ്ങൾ മുന്നോട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം മുന്നോട്ടേക്ക് പോവുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ ടാറ്റ.